ഈ ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്നവർ ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സീസൺ ഫ്ലവർ ഏതാണെന്ന് വെച്ചാൽ പിറ്റൂണിയാണെന്ന് പറയും കേട്ടോ. പിറ്റൂണി എവിടെ കണ്ടാലും എല്ലാവരും ഒന്ന് നോക്കി പോകും, ഒന്ന് വാങ്ങാനും ശ്രമിക്കും. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ചെടി ഉണ്ടല്ലോ, ഈ പൂക്കൾ, ഇത് ഓൺലൈനിൽ നിന്നും വിത്ത് പാകി മുളപ്പിച്ചുണ്ടായ ചെടിയിലെ പൂക്കളാണ്. ഞാനിതിന് മുമ്പ് ലിജിന എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വിത്ത് വിൽക്കുന്ന ആ ഒരു കാര്യവും അത് എങ്ങനെ വാങ്ങാം എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു. ഞാൻ ലിജിനയുടെ നിന്ന് വാങ്ങിയ ഫ്ലോക്സിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പൂവുണ്ടായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ മഴക്കാലത്തും ഈ ഫ്ലോക്സിലൊക്കെ പൂവുണ്ടായതുകൊണ്ട് ഞാൻ അതൊന്ന് പാകിയിരുന്നു. പക്ഷേ പിറ്റൂണിയ അങ്ങനെയല്ല. പിറ്റൂണിയ നമുക്ക് സീസണൽ പ്ലാന്റ് ആണ്. ഇനി നമുക്ക് ഈ സമയത്ത് പാകി ചെടിയാക്കിയാൽ ഒരു മാസം കഴിയുമ്പോഴേക്ക് ചെടി റെഡി ആയാൽ പിന്നെ മഴക്കാലം വരുന്നത് വരെ നിറച്ച് പൂക്കളായിരിക്കും. അപ്പോൾ പുറത്തുനിന്നൊക്കെ നമ്മൾ പിറ്റൂണിയുടെ ഒരു ചെടി വാങ്ങുന്നതിന് നല്ല പൈസ കൊടുത്ത് വാങ്ങണം. നമുക്ക് ഒരു പാക്കറ്റ് വിത്ത് വാങ്ങി മുളപ്പിച്ചാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒത്തിരി ചെടികൾ ഉണ്ടാവുകയും ചെയ്യും, ഒത്തിരി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിന് പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്ന അതുപോലെ സ്റ്റാർ പിറ്റൂണിയുടെയും മിക്സഡ് പിറ്റൂണിയുടെ, അതുപോലെ തന്നെ റെഡിൻ്റെ മാത്രമുള്ളവർക്ക് അങ്ങനെ, അതുപോലെ ഡബിൾ പെറ്റലായിട്ടുള്ള പിറ്റൂണിയുടെ ഒക്കെ വിത്തുകൾ ഒത്തിരി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൂക്കൾ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വിത്ത് ആഗ്രഹം ഉണ്ടെങ്കിൽ, പുതിയ വിത്തുകൾ വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ലിജിന അത് നമുക്ക് അയച്ചു തരും. അതുപോലെ തന്നെ പിറ്റൂണിയുടെ മാത്രമല്ല പലതരം വിത്തുകളും ലിജിനയുടെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ ഫ്ലോക്സ് കാണിച്ച ആ ഒരു ചെടി, അതുപോലെ ഹാങ്ങിങ് വിങ്കയുടെ ഉണ്ട്. അതുപോലെ ഒത്തിരി ചെടികളുടെ നമുക്ക് വീട്ടിൽ പൂക്കളുടെ നിറ സാന്നിധ്യം കിട്ടുന്ന ചെടികളുടെ വിത്തുകളുണ്ട്. അതെല്ലാം മുളച്ച് കിട്ടും, നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ സീനിയൊക്കെ പാകിയിട്ട് നല്ല രീതിയിൽ പൂക്കൾ വന്നു. പക്ഷെ മഴയത്ത് ഒരല്പം ചെടിക്ക് ക്ഷീണം വന്നു, എന്നാലും സീനിയയിലൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടായിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പിറ്റൂണിയുടെ വിത്ത് വരുത്തി, അതുപോലെ തന്നെ കുറച്ച് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് പാകിയാൽ പൂ ഉണ്ടാവുന്ന തോന്നുന്ന ചെടികൾ, ഹാങ്ങിങ് വിങ്ക, അതുപോലെ നമ്മുടെ സീനിയയുടെയൊക്കെ വിത്തുകൾ ഞാൻ വരുത്തി ഞാൻ പാകാൻ പോവാണ്. ഇപ്പോൾ ഞാൻ പാകി വരുമ്പോഴേക്കും മുളച്ചൊന്നും നിങ്ങൾ കാണിക്കുമ്പോഴേക്കും സമയം വൈകും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിത്ത് പാകി മുളപ്പിച്ച്, ഈ പിറ്റൂണിയുടെ വിത്ത് പാകാൻ ഒന്നുകിൽ ചകിരിച്ചോറ് മാത്രം ഉപയോഗിക്കാം. അതിലാണെങ്കിൽ നമുക്ക് സാധാരണ മണ്ണ് കട്ടയും കല്ലൊക്കെ ഒന്ന് മാറ്റി അത് നല്ല രീതിയിൽ ഒന്ന് ഒരുക്കിയെടുത്തതിന് ശേഷം ഒരല്പം ചകിരിച്ചോറ് വേണമെങ്കിൽ ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി മണലായാലും കുഴപ്പമില്ല, അതിനകത്ത് പാകി പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് പിടിപ്പിച്ചിട്ടാവുന്ന ഒരു ചെടിയാണ് ഈ പിറ്റൂണിയ.